ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ, BDF, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉളിയത്തിൻ്റെ ഇറച്ചിയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ ഒരു 1/2 കിലോ എടുത്തിട്ട് ഇങ്ങനെ തിന്നായിട്ട്, അധികം കട്ടി വേണ്ട കേട്ടോ, കട്ടിയില്ലാതെ ഇങ്ങനെ നീളത്തിന് ഇതാ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാനാണ്, നമ്മൾ വേവിക്കാതെയാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട, കുറച്ച് നീളത്തിലിങ്ങനെ കട്ടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഇതാ 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂണും ഒരു ചെറുനാരങ്ങേൻ്റെ ഹാഫും കൂടി ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൽ എന്നോട് മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയിട്ടുണ്ട്. ഒരു മുട്ടയും കൂടി ഇതിൽ ഒഴിക്കണം കേട്ടോ, പൊട്ടിച്ചൊഴിക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ട മറന്നു പോകരുത് കേട്ടോ. എന്നോട് അത് മറന്നു പോയതാണ്, പിന്നെ ഫ്രൈ ആക്കുമ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വലിയൊരു മാറ്റമൊന്നുമില്ല, എന്നാലും മുട്ടയും കൂടെ ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടായ ഓയിലിലേക്ക് നമ്മുടെ ഈ ബീഫ്, വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ നല്ല ടേസ്റ്റ്, അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കാൻ നോക്കുക. അതിലോട്ട് ഇതാ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമുക്കിങ്ങനെ ഒന്ന് കുക്കാക്കി ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി BDF റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറന്നു പോകരുത്. നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെസിപ്പി ഷെയർ ആയി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.